ഹമാസ് ബന്ദികളാക്കിയവരുടെ ആരോഗ്യസ്ഥിതി പുറത്തുവിട്ട് ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം. ഹമാസ് പ്രസിദ്ധീകരിച്ച പ്രചാരണ വീഡിയോകൾ, അടുത്തിടെയുണ്ടായ 2 മാസത്തെ വെടിനിർത്തൽ സമയത്ത് പുറത്തുവിട്ടവരുടെ സാക്ഷ്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കഴുത്ത് ഞെരിച്ച് കൊല്ലൽ, ബന്ദിയാക്കുക, കാലിൽ കെട്ടിത്തൂക്കുക, പൊള്ളലേൽപ്പിക്കുക, പട്ടിണിക്കിടുക തുടങ്ങിയ ഹമാസിന്റെ ക്രൂര വിനോദങ്ങൾക്ക് ഇവർ ഇരയാക്കപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. തടവിലുള്ള 550 ദിവസങ്ങളിൽ ഭൂരിഭാഗം പേരും ഒറ്റപ്പെട്ട് കഴിയുന്നതിനാൽ കടുത്ത മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്നും അവരിൽ പലർക്കും ദഹനപ്രശ്നങ്ങൾ, നീണ്ടുനിൽക്കുന്ന നിർജ്ജലീകരണം, ഗുരുതരമായ അണുബാധകൾ എന്നിവയാൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ പിടികൂടിയ 251 ബന്ദികളിൽ 58 പേർ ഇപ്പോഴും ഗാസയിലെ ഭീകരഗ്രൂപ്പിന്റെ പിടിയിലാണ്. 2014 ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു സൈനികന്റെ മൃതദേഹവും ഹമാസ് കൈവശം വെച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ 24 പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇവർ ശാരീരികമായും മാനസികമായും പീഡനത്തിന് വിധേയമാക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബന്ദികളാക്കപ്പെട്ടവർ ഭൂഗർഭ തുരങ്കങ്ങളിൽ സ്വാഭാവിക വെളിച്ചവും വായുവും ഇല്ലാതെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ശരിയായ വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ പലരും കടുത്ത പോഷകാഹാരക്കുറവും ഗുരുതരമായ രോഗങ്ങളും നേരിടേണ്ടി വരുന്നു. മുറിവേൽപ്പിക്കപ്പെട്ട ശരീരം കെട്ടിവെക്കാൻ ബാൻഡേജുകളോ വേദന സംഹാരികളോ ഇല്ലാത്തതിനാൽ ഇവർ കൂടുതൽ ദുരിതത്തിലാണെന്നും 24 പേരിൽ 20 പേരുടെ ജീവൻ തെളിയിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫോറം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.